10ലെയും +2ന്റെ ഒക്കെ റിസൾട്ട് വരാൻ തുടങ്ങുമല്ലേ. അപ്പോഴത്തേനും ഞാനൊരു വീഡിയോ ഇട്ടേക്കാന്ന് വെച്ചു കേട്ടോ. അപ്പം ഈ പിള്ളേർക്കുള്ള വീഡിയോ ആണ്. പണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞുപോയി, കാലം കഴിഞ്ഞുപോയി, 50+ ആയി കഴിഞ്ഞിട്ട് ഇനി ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം പണ്ട് കാലത്ത് നേരത്തെ എനിക്കൊരു 18 വയസ്സ് 20 വയസ്സുള്ളപ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അന്ന് ചെയ്യാമായിരുന്നു. അതൊക്കെ സമയം കടന്നു പോയല്ലോ. അങ്ങനെയൊക്കെ അന്ന് ചെയ്തായിരുന്നെങ്കിൽ ഇന്നിപ്പം നല്ല നിലയിൽ എത്തിയേനെ എന്നൊക്കെ. പക്ഷെ നമ്മുടെ തലയിൽ വരെ മാറില്ലല്ലോ അല്ലേ. അതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടും. ഒത്തിരി പേരുടെ വലിയ പഠിപ്പിസ്റ്റുകളായിട്ടിരുന്നിട്ടും ഒന്നും ആകാതെ പോയ ഒത്തിരി മക്കളെയും എനിക്കറിയാം. നമ്മുടെ കൂടെ പഠിച്ചവരും ഒക്കെ ഒന്നുമല്ലാതെ ആയിപ്പോയവരും ഒക്കെയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടപ്പോഴും പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നി. നമ്മളവിടെ എല്ലാവരും പറയും, നീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല കേട്ടോ എന്ന് നമ്മുടെ മാതാപിതാക്കൾ പറയും ഇല്ലേ. പക്ഷെ ശരിയല്ല. അന്നത്തെ കാലത്ത് പറയുന്നത് വെറും പൊട്ടത്തെറ്റായിരുന്നു. കാരണം നമ്മൾ പല തീരുമാനങ്ങളും അന്ന് എടുക്കുന്നത് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നായിരുന്നെങ്കിലുണ്ടല്ലോ നമുക്ക് നല്ല നിലയിലെത്താൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് ശരിയായിരുന്നു എന്ന് തോന്നാറുണ്ട്. അന്ന് അവരുടെ അറിവുകൊണ്ട് അവർ പറയും, അതിലേക്കൊന്നും പോകണ്ട കേട്ടോ, അങ്ങനെയൊന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ല, നീ പറയുന്നത് ശരിയല്ല എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പം നമ്മളെന്ത് ആ വഴിയെ പോവുകയുമില്ല, നമ്മൾ അതിൽ പെട്ടുപോവുകയും ചെയ്യും. എന്നാൽ ഒരു കാര്യമുണ്ട്, നമ്മൾ ഉറച്ച് തീരുമാനം എടുക്കാൻ നമുക്കൊട്ട് കഴിവില്ല. കാരണം എങ്ങാനും അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വഴക്ക് പറയുമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവുകയും ചെയ്യും ഇല്ലേ. ശരിയല്ലേ. അപ്പം നമ്മൾ അതിലേ പോവുകയില്ല. ആ കാരണവന്മാർ പറയുന്ന വഴിയെ തന്നെ അവർ പറയുന്ന കോഴ്സുകൾ, അവർ പറയുന്ന രീതികൾ എല്ലാം എടുത്ത് നമ്മൾ അങ്ങ് പോവുകയും ചെയ്യും. നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ അപ്പം നമ്മളെന്ത് ചെയ്യണം, നമ്മൾ സ്വന്തമായിട്ട് ഏതാ നമുക്ക് ഇഷ്ടമുള്ള പാഷൻ ഏതായിട്ടുള്ളതാണെന്ന് വെച്ചാൽ ആ കോഴ്സുകൾ മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ കുട്ടികൾ. എന്നിട്ട് അതിൽ നമ്മൾ ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ അവിടെ വിജയിക്കും. അതല്ല നമ്മൾ വേറെ ആരെങ്കിലും പറയണ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയും ചെയ്യും. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏൽക്കുകയില്ല. ഇപ്പം ഞാനിപ്പം ഒരു കോഴ്സ് എൻ്റെ മോനും +2 ആണ്. അപ്പം ഞാനിപ്പോൾ ഒരു കോഴ്സ് അവന് കൊടുക്കുകയാണെങ്കിൽ അവനത് പഠിക്കുകയില്ല, അവനതിൽ അലമ്പ് കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവൻ എന്നാ പറയണേ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയേ എന്നിങ്ങനെ ചോദിക്കും ഇല്ലേ. അത് നമ്മളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങളെ നിർബന്ധം കൊണ്ടല്ല ഞാൻ ആ കോഴ്സിന്, അല്ലെങ്കിൽ ഞാനിപ്പോൾ വലിയ തകർത്തേനെ എന്ന് നമ്മൾ പറയും. പക്ഷെ നമുക്കിഷ്ടമുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക, അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നമുക്കാണ് എന്ന് അവരോട് പറഞ്ഞേക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിലെന്ത് പരാജയം വന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളാണ്. അപ്പം എന്തെങ്കിലും ഒരു പരാജയമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കുക, അതെവിടെയാണ് നമുക്ക് പരാജയപ്പെട്ടത് എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിനെ കൂടുതൽ ഭംഗിയാക്കാൻ ശ്രമിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏതൊക്കെ മേഖലകളാണ് തിരഞ്ഞെടുക്കുന്നത്, ഏതിലൊക്കെയാണ് നമ്മൾ പോകുന്നത്, അതിലെന്തൊക്കെയാണ് ഓരോ ദിവസവും പരാജയം സംഭവിച്ചത് എന്ന് നമ്മൾ എഴുതി വയ്ക്കുക. എന്നിട്ട് ആ പരാജയങ്ങൾ തിരുത്താൻ ശ്രമിക്കുക. വിജയങ്ങൾ ഏതെല്ലാം ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കുക. ആ വിജയങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കുക. അപ്പോൾ വിജയങ്ങൾ ഉണ്ടായത് കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ എന്ത് പറ്റും, അത് കൂടുതൽ വിജയത്തിലേക്ക് പോവുകയുള്ളൂ. അതായത് പരാജയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ വെച്ചിട്ടുണ്ടെങ്കിൽ പരാജയത്തിലേക്ക് തന്നെ പിന്നെയും പോകും. അപ്പോൾ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാൽ മതി, അതിലേക്ക് പോകരുത് എന്നുള്ള പാഠം നമ്മൾ ഉൾക്കൊണ്ടാൽ മതി. പിന്നെ നമുക്കിപ്പോൾ ഒരു ജോലി, അത് 20+ ഒക്കെ എത്തുമ്പോൾ ഒരു 24 വയസ്സ് വരെ നമ്മൾ പഠനമാണല്ലോ. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ജോലിയൊക്കെ വേണം. ഏത് മാർഗത്തിൽ കൂടെ ശ്രമിച്ചാൽ നമുക്ക് ജോലി കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുക. അതിന് ഏതെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യണമോ, അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏത് മേഖലകളിൽ കൂടെ പോയാൽ നമുക്കതിന് സാധിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് ആ മേഖലകളിലേക്ക് നമ്മൾ ചെന്ന് ചോദിക്കുക. ഒരാളോട് ചെന്നിട്ട് നമുക്കൊരു ജോലി തരാമോ എന്നല്ല ചോദിക്കുന്നത്. അതിന് ഏതെങ്കിലും ടെസ്റ്റുകളുണ്ടെങ്കിൽ അതെല്ലാം പഠിച്ചെഴുതുകയും, അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനികളിലാണെങ്കിൽ അത് ആരെ കണ്ടാൽ നമുക്കത് കിട്ടും എന്നും, അതിന് നമുക്ക് ഏതെല്ലാം സ്കില്ലുകൾ നമ്മുടെ കയ്യിലുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പിള്ളേരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ചെറിയ കോഴ്സുകൾ നമ്മൾ പഠിച്ചിരിക്കണം. നമുക്കിഷ്ടമുള്ളത്, ചിലർ മാജിക്ക് പഠിക്കുന്നത് കാണാം, ചിലർ ഏതെങ്കിലും കോഡിങ്ങോ ഡേറ്റാ സയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലേ, പ്രോഗ്രാമിങ്ങോ, ഇഷ്ടം പോലെ ഇപ്പോൾ കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഗിത്താറ്, വയലിൻ, കീബോർഡ് എന്ന് വേണ്ട അങ്ങനെയുള്ള കോഴ്സുകൾ, സംഗീത മേഖലയോ പാട്ട് പഠിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെറിയ ആഗ്രഹങ്ങൾ, ചെറിയ കാര്യങ്ങൾ പഠിക്കുക. അത് നമ്മുടെ ഭാവിയിലേക്ക് നമുക്ക് ഗുണം ചെയ്യും. അപ്പം അങ്ങനെയുള്ള കോഴ്സുകൾ, ചുമ്മാ വയറിങ്ങോ പ്ലംബിങ്ങോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ, മൊബൈൽ വർക്ക് നന്നാക്കുന്നതോ, അതേപോലെ
TV, ഫ്രിഡ്ജ് ഒക്കെ, വാഷിംഗ് മെഷീൻ, അതിനൊക്കെയുള്ള കൊച്ചു കൊച്ചു കോഴ്സുകൾ നമ്മൾ ഈ അവധിക്കാലത്ത് നമുക്ക് പറ്റുന്നിടത്തോളം 1 മാസമെങ്കിൽ 1 മാസം നമ്മളത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കൊച്ചു കൊച്ചു പണികളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതും ഒരു സ്കില്ലായിട്ട് നമുക്ക് മാറുകയും ചെയ്യും. അപ്പം അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ നമുക്കൊരു ചെറിയ സ്കില്ല് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അത് ചുമ്മാ നടന്നാണേലും മതിയെന്നേ. ആൺപിള്ളേർക്കൊക്കെ സൂപ്പറായിട്ട് നടന്നു ചെയ്യാം. അപ്പം പിള്ളേർക്ക് എന്താ തയ്യൽ പഠിക്കാനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനോ പാട്ടോ ഡാൻസോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഗുണം ചെയ്യുന്നത്, നമുക്കിഷ്ടമുള്ളത് അത് നമ്മൾ പോയി പഠിക്കുന്നത് നല്ല കാര്യങ്ങളല്ലേ. അപ്പം അങ്ങനെയൊക്കെ പഠിക്കാനൊക്കെ ശ്രമിക്കുക. ഡിസൈനിങ്ങോ എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സുകളൊക്കെ പഠിച്ചിരിക്കണം. അതും കുറേ വർഷം കഴിഞ്ഞിട്ട് ഞാനെങ്ങും പോകുന്നില്ല, എനിക്കൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ചുമ്മാ സമയം മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്ന സമയം കളയാതെ അങ്ങനെ വായനാശീലവും ഒക്കെ നല്ലതാണ്. നല്ല നല്ല കഥകളും ഒക്കെ എടുത്തു വച്ച് വായിക്കുക. ഇന്നർ എഞ്ചിനീയറിംഗ് ഒക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ മാറ്റിമറിക്കും. അതപ്പം അങ്ങനെയുള്ള സദ്ഗുരുവിൻ്റെ ഇഷ്ടമല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒന്നെങ്കിൽ കോഴ്സുകളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ അതൊക്കെ വായിക്കുക. അപ്പോൾ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടാകും. നല്ല നല്ല പുസ്തകങ്ങളും നല്ല നല്ല കഥകളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വായിക്കുക. അപ്പം നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ നമ്മൾക്ക് തന്നെ ഒരു വാല്യൂ കണ്ടെത്താൻ മക്കൾ ചെറുപ്പത്തിൽ തന്നെ ശീലിക്കണം. നമ്മുടെ വാല്യൂ നമ്മളല്ലാണ്ട് വേറെ ആര് നമ്മളെ കണ്ടെത്തി തരാനാണ്? അപ്പം നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ കളയാതെ സൂക്ഷിക്കുക. അച്ഛനമ്മമാരുടെ അടുത്താണേലും മറ്റുള്ളവരുടെ അടുത്താണേലും നമ്മൾ നല്ല രീതിയിൽ പെരുമാറാൻ നമ്മൾ ശീലിക്കണം. നല്ല പെരുമാറ്റം അത് നമ്മൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അല്ലാണ്ട് വെച്ച് കെട്ടിയെടുക്കാനൊന്നും പോകണ്ട. നമുക്ക് മറ്റുള്ളവർ പെരുമാറുന്നതൊക്കെ നോക്കുകയും കാണുകയൊക്കെ ചെയ്യും. എപ്പോഴും മൊബൈലിൽ കുമ്പിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അതൊക്കെ എടുത്ത് മൂത്തവർ വരുമ്പോൾ ബഹുമാനിക്കാനും ഒക്കെ ഉള്ളതും ഒക്കെ ഒരു ശീലങ്ങളാക്കി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കണം. അതൊക്കെ നമുക്ക് ഈ 18 വയസ്സ് തൊട്ടുള്ള ഒരു 25 വയസ്സ് വരെയുള്ള മക്കൾക്ക് ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ആ പഠനകാലത്ത്. അത് പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാഠമായിട്ട് വന്നുകൊള്ളും. അതേപോലെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ ഇരിക്കപ്പുറതി ഇല്ലാണ്ട് അടുത്തയിടത്തേക്ക് ഓടുന്ന സ്വഭാവം. നമ്മളെ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ ആത്മാർത്ഥമായിട്ട് ചെല്ലുക. അതിലും നല്ലത് കിട്ടുവാണെങ്കിൽ അവിടുന്ന് മാറുക. അല്ലാതെ ഓടി ഓടി നടന്നിട്ട് ഒരേ അടുത്ത് ഒന്നും ഇല്ലാതാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക. അത് പലപ്പോഴും നമ്മുടെ കരിയറിനെ ബാധിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്നവരെ ഒരു എക്സ്പീരിയൻസ് എവിടെയാണേലും ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇല്ലേ. ആ എക്സ്പീരിയൻസ് വെച്ച് അടുത്ത സ്ഥാപനത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടുതലാണ്. എനിക്കറിയാം, എനിക്ക് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ. അറിയാൻ മേലാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം ചെയ്യാൻ ശ്രമിക്കുക. അറിയാൻ മേലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ചിലർ നമ്മൾ വഴിക്കൊക്കെ വെച്ച് കാണുമ്പോൾ എന്നെ അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പം ചിലപ്പോൾ നമുക്ക് ഓർമ്മയിലേക്കൊന്നും വന്നു എന്ന് കാണില്ല. അപ്പം നമ്മൾ ധൈര്യപൂർവ്വം പറഞ്ഞേക്കാം. ഞാനൊക്കെ പണ്ടുണ്ടല്ലോ അറിയാൻ മേലേലും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു മൂളലും മൂളി മുക്കലും മൂളി ഇങ്ങനെ നിൽക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരാൾ വന്ന് നമ്മളോട് ചോദിക്കുമെന്ന് വെച്ചോ, എന്നെ അറിയോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ മേലെ മനസ്സിലായില്ല എന്ന് തന്നെ അങ്ങ് പറഞ്ഞേക്കുക. അയ്യോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്നെ ബുദ്ധിമുട്ടിരിക്കണം. അപ്പോൾ ആരാന്ന് നമ്മളെ പറഞ്ഞു കേൾപ്പിക്കും. അതല്ല, അവർക്കിനി നമ്മളെ കളിപ്പിച്ചോണ്ട് അറിഞ്ഞില്ലേ അറിയണ്ട എന്ന് പറയുവാണെങ്കിൽ വേണ്ട, അത്ര തന്നെ. അതിലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെന്നെ അങ്ങനെ പറഞ്ഞ് അവരെന്നെ ഇങ്ങനെ പറഞ്ഞെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളോട് നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക, അതാരെയാണെങ്കിലും. അപ്പം നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും അവർ പറയുമ്പോൾ. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കാൻ കുഞ്ഞിലേ നമ്മൾ ശീലിച്ചിട്ടുണ്ട്. പ്രായമാകുമ്പോൾ നമുക്ക് ആ പോസിറ്റീവ് മൈൻഡായിരിക്കും. എപ്പോഴും ആരെങ്കിലും ആശ്രയിച്ചുള്ള ജീവിതം നമ്മൾ നിർത്തുക. ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളൊരു വ്യക്തിയായി ഇല്ലേ. അപ്പം പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ സ്വയം ചെയ്യാനൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. അല്ല ഇപ്പം എല്ലാ കാര്യങ്ങളൊന്നും മാതാപിതാക്കൾ ചെയ്തു തരുമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഇരിക്കുകയൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും അവർക്കും ചെയ്തു തരാൻ സാധിക്കില്ല. അപ്പം നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് തെറ്റുപറ്റില്ല. തെറ്റുപറ്റിയാലും അത് തിരുത്താനുള്ള മനസ്സും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ വിജയിക്കും. സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കിയിരിക്കാനോ മറ്റുള്ളവർ ചെയ്തു തരാനോ നമ്മൾ ഇരിക്കാതിരിക്കുന്നതാണ് എനിക്ക് മക്കളോട് പറയാനുള്ളത്. സ്വന്തം കാര്യം, ഒരു കടയിൽ പോയി സാധനം മേടിക്കാൻ പോലും ഒരു 20 വയസ്സായപ്പോലും ചെയ്യാത്ത ഒത്തിരി മക്കളുണ്ടെന്നറിയാവോ. അപ്പം അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, വീട്ടിലെ പണികൾ ചെയ്യുക, ഒന്ന് ഊണുമേശ തുടച്ചിടുക, ഒരു പാത്രം കഴുകുക, തുണികൾക്കൊക്കെ ചെയ്തു നിർത്തുന്ന ഒരു കുഴപ്പമില്ല. അതും എല്ലാ മക്കളും ചെയ്യുക. നമ്മുടെ ഈ അവധിക്കാലം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. നമ്മുടെ ജീവിതത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. എനിക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാനൊക്കെ ഒത്തിരി പണി ചെയ്ത് ജീവിച്ച വ്യക്തിയാട്ടോ. അടുക്കളപ്പണിയും എല്ലാ സാധനവും കുഞ്ഞുനാളും തൊട്ട്. കാരണം അമ്മയ്ക്ക് വയ്യായിരുന്നു, ഞാൻ എല്ലാ വീഡിയോക്കകത്തും പറയുന്നതല്ലേ. അപ്പം
അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ഇന്നുള്ള മക്കളെ അങ്ങനെയൊന്നും അല്ല മാതാപിതാക്കൾ വളർത്തുന്നത്. പക്ഷെ നമ്മളെല്ലാം പറഞ്ഞു കൊടുത്തു വളർത്തണം എന്നോർത്തോണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും, വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുമ്പോഴാണ് മക്കൾക്ക് നമ്മളോട് വൈരാഗ്യം തോന്നുന്നത്. അവർക്ക് അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പം അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ചെയ്യില്ലേ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊട്ടത്തരമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളോട് ഓരോ കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വഴിക്ക് പോയാൽ നീ ഗതി പിടിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ആയിരുന്നു. ആ വഴി പോയാലും നമ്മൾ ചിലപ്പോൾ ഗതി പിടിച്ചേനെ എന്നിങ്ങനെ ചിന്തിച്ചിട്ടുള്ള പല അവസരങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർക്കണം, നമ്മൾ നല്ലത് സെലക്ട് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ പാകപ്പെടുത്തി വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ സ്വയം 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഓരോരോ മേഖലകൾ, ഒരു കൊച്ചു സമ്പാദ്യമാണെങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മളൊരു കൊച്ചു പണിയാണെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിൽ പണിതിട്ടാണെങ്കിലും 50 രൂപ വെച്ച് മേടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സമ്പാദ്യശീലം കൂടെ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, മക്കൾ പൈസ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചോളൂ. കാരണം വേറെ ഒരിടത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഈ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, പഠിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ. അതൊക്കെ ശരിക്കും പറഞ്ഞ സമ്പാദ്യശീലമൊക്കെ നമ്മുടെ കുഞ്ഞു ക്ലാസ്സുകളിൽ തൊട്ട് നമ്മളെ പഠിപ്പിക്കേണ്ട. അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊന്നും പഠനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പണിയെടുക്കുമ്പോഴാണേലും ഒരു 50 രൂപ, ഇന്നത്തെ ഈ പണിയെല്ലാം ചെയ്യുവാണെങ്കിൽ നിനക്ക് 50 രൂപ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് പണം സമ്പാദിക്കാൻ പറ്റും എന്നൊരു ചിന്ത ഉണ്ട്. അതുകൊണ്ട് നീ സിനിമയ്ക്ക് വെക്കൂ എന്നിങ്ങനെ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ഉണ്ടാകണം, അല്ലേ? അപ്പം അവർക്കൊരു സമ്പാദ്യശീലം ഉണ്ടാവും, അവർ സൂക്ഷിക്കാനും ശ്രമിക്കും. അതേപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെല്ലാം നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോണ്ടല്ലോ, ഇന്നത്തെ കട്ടിപ്പണികളെല്ലാം പറഞ്ഞ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അതിനകത്ത് എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അവർ പോകുന്ന വഴി ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. തെറ്റിലേക്കല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ സ്വയം ചെയ്യട്ടെ എന്ന് നമ്മൾ വിചാരിക്കുക. അതാണ് വേണ്ടത്. അപ്പം മക്കൾക്കുണ്ടല്ലോ ഒരു കോൺഫിഡൻസ്. ഞാൻ ഒരു 25 വയസ്സായ മോൻ്റെ അമ്മയാണ്, 18 വയസ്സായ ഒരു മോനും കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്, നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും പുറകെ നടന്നിട്ടുണ്ട് നമ്മളെ അവർ വെറുക്കുകയുള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മളും ആ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നിങ്ങനെ ചിന്തിക്കുക. നമ്മളോട് ഇങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമായിരുന്നില്ലല്ലോ, കാരണം നമ്മുടെ ആ പ്രായം അതാണ്. പക്ഷെ നമ്മൾ അന്നെടുത്ത പല തീരുമാനങ്ങളും ചിലപ്പോൾ പാളിപ്പോയെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് നമുക്ക് പറ്റിയ അവസ്ഥയാണെന്ന് ഓർത്തുകൊണ്ടിരുന്നോണ്ട്, ഇല്ലേ? അങ്ങനെ ചിന്തിക്കാനൊരു ഇതുണ്ടാണ്. അതേസമയത്ത് പല പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങളും ഉൾക്കൊണ്ടോളും. അതിലെ പോയിട്ടുണ്ടെങ്കിൽ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഉദാഹരണം തന്നെ, ഞാൻ ഇവിടെ പ്ലഗിൽ ഇങ്ങനെ ഇത് കുത്തിവെച്ചേക്കുക, ചാർജർ കുത്തിവെച്ചേക്കുക. അപ്പോൾ ഇടി വെട്ടുമ്പോൾ ഞാൻ ഏത് സമയം പറയും ചാർജർ ഊരിയിടണം എന്ന് പറയും. പല ദിവസവും അതിങ്ങനെ കുത്തിയിട്ടേക്കണുണ്ട്. ഒരു ദിവസം ഇടി വെട്ടി ചാർജർ അങ്ങ് കത്തിപ്പോയി. അപ്പം മനസ്സിലായി ഇടി വെട്ടുമ്പോൾ ചാർജർ പോകും എന്ന്. ഇതിങ്ങനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി ഒരു ചെറിയ പരാജയമൊക്കെ വരുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട, അത് അവർ പഠിച്ചോളും. വലിയ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടാണ്ടിരുന്നാൽ മാത്രം മതി, നമ്മൾ നോക്കിയാൽ മതി. അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. അല്ലാണ്ട് ചെറിയൊക്കെ തട്ട് കിട്ടുമ്പോൾ ഒന്നും മിണ്ടണ്ട, കാരണം അവരതിൽ നിന്ന് ഊരിപ്പോകുന്നുള്ളൂ. പല കാര്യങ്ങളും പഠിച്ചാൽ തീയെ ചെന്ന് തുടരുതെന്ന് മക്കളോട് പറയുമ്പോൾ ഞാൻ ഓർക്കേണ്ട, എൻ്റെ ചേട്ടൻ്റെ മോനും എൻ്റെ മോനും ഒരേ പ്രായം തന്നെയാണ്. അപ്പം നിലവിളക്ക് കത്തിച്ച് ചോദിച്ചാൽ ഓടിപ്പോയി തിരികെ പിടിക്കാൻ വേണ്ടി പോകും. അങ്ങനെ കുറേ ദിവസമാകുമ്പോൾ നമ്മൾ എടുത്തോണ്ട് പോകുമ്പോൾ ഇമാർ വാവിട്ട് കിടന്ന് കാറും മിന്നപ്പുറകെ ഇങ്ങനെ പോവുക, ഒരേ പ്രായമായതുകൊണ്ട്. അപ്പോൾ ഒരു ദിവസം അച്ചാച്ചൻ, അതായത് ചേട്ടൻ്റെ അച്ഛൻ പറഞ്ഞു, അങ്ങ് വിട്ടേരെ, അവൻ പോയി പിടിക്കുമല്ലോ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയി വിളക്കിൻ്റെ അടുത്ത് കുത്തിപ്പിടിച്ചിരുന്നിട്ട് പോയി വിളക്കിൻ്റെ തിരിയിൽ ഒരൊറ്റ പിടുത്തം കാറി അങ്ങ് വിട്ട്, കൈ അങ്ങ് പുള്ളിയില്ലേ. അപ്പോൾ പുറകെ നിന്നവൻ തിരിച്ചാദ്യമേ ഓടി, മുമ്പേ ഇരുന്നവൻ കാറിക്കൊണ്ടുവരുന്നു. അപ്പം നമ്മളിത് മനസ്സിലാക്കിയാൽ മതി. അനുഭവം കൊണ്ടും കുറച്ചൊക്കെ പഠിക്കണം നമ്മൾ, അല്ലേ? നമ്മൾ എന്താണോ അതിനെ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കഥയാണ്. അപ്പം ഓരോ കാര്യങ്ങളും നമ്മൾ അനുഭവത്തിലൂടെയും കൂടെ പഠിക്കണം. അപ്പം മക്കളെ നല്ലവരാക്കാനാണെങ്കിൽ നമ്മൾ നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അവർക്ക് ഇഷ്ടമുള്ള ഗെയിമുകളിൽ കളികളിൽ, മൊബൈലുകളിലല്ല, ഏതെങ്കിലും കളികളിലൊക്കെ ചേർക്കാൻ ശ്രമിക്കുക. ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ എന്തെങ്കിലും കളിക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങുക. പുറത്തു പോയി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. നന്നായിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കുക, പെരുമാറാൻ പഠിപ്പിക്കുക, റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, മൂത്തവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്ത് പഠിപ്പിക്കുക. അവർക്കിഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുക. പേരൻസ് കോഴ്സ് തിരഞ്ഞു കൊടുത്ത് അബദ്ധത്തിൽ ചെന്ന് ചാടും. നമുക്ക് പറഞ്ഞു കൊടുക്കുക, ഇന്ന കോഴ്സൊക്കെ നല്ലതാണ്, ഇന്ന രീതിയിൽ പോകാമെന്ന് പറഞ്ഞു കൊടുക്കുക. അതല്ല, അവർ സെലക്ട് ചെയ്യുന്ന കോഴ്സ്
അതാണെങ്കിൽ പോകട്ടെ എന്ന് വയ്ക്കുക. അവരതിൽ നിന്ന് വിജയം കണ്ടോളും. നമ്മൾ പരാജയപ്പെട്ടാലും നമ്മുടെ അടുത്തേക്ക് പിന്നെ കുതിര കയറാൻ വരില്ല. കല്യാണം അതുപോലെ തന്നെ. സ്വന്തം കല്യാണം കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ നമ്മുടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അവർ മിണ്ടില്ല നമ്മുടെ അടുത്ത്, അവരത് അനുഭവിച്ചോളും. അതുപോലെ തന്നെ. അപ്പം ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് പഠിക്കുന്നത്. എനിക്ക് പല കാര്യങ്ങളും ചെറുപ്പത്തിൽ ചെയ്യാമായിരുന്നു എന്ന് ഞാനിപ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇനി ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനിയുള്ള കാലം നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം, ഇല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.